Hello guys, welcome back to my YouTube channel Parvati and we are watching Parvati Vlogs. So, ഇപ്പോൾ ഞാനുള്ളത് എൻ്റെ അമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ ഇതിനു മുന്നേ നിങ്ങൾ കുറച്ച് വിഷ്വൽസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ഇവിടെ പുറത്ത് ഭയങ്കര മഴയാണ് കേട്ടോ. സോ എനിവേ നമുക്ക് നേരിലേക്ക് പോകാം. ഗൈസ്, ഇവിടെ ഭയങ്കര കുറച്ച് മഴയായതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അവിടെ ഇൻട്രോ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഹോപ്പ്ഫുള്ളി അത് കിട്ടിയില്ല. ഭയങ്കര സൗണ്ടായിരുന്നു മഴയുടെ. അപ്പോൾ ഞാൻ അകത്ത് വന്നിട്ടാണ് ഇപ്പോൾ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. സോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ക്യാമറ എടുത്തുന്ന എൻ്റെ ഒരു കസിനാണ്. എനിക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. സോ അവളും ചാനലിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. സോ ഒരു യൂട്യൂബറാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞ് എനിക്കൊരു ഇൻസ്പിറേഷൻ വന്നപ്പോഴാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പാർട്ടികളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. അത്ര ഉള്ളൂ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പോൾ ഇന്ന് ഉത്രാടാണ്. ഉത്രാടത്തിൻ്റെ അന്ന് ഇവിടെ എല്ലാവരും കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ പോകും. പക്ഷെ സദ്യ കഴിച്ചിട്ടേ ഉള്ളൂ. സദ്യയൊക്കെ കഴിച്ച് ഒരു ഓണ സെലിബ്രേഷൻ കഴിഞ്ഞിട്ടേ നമ്മൾ പോകത്തുള്ളൂ. കുറച്ചൊക്കെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ കുറച്ചൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് പോയി. സോറി. അപ്പൊ എനിവേ എന്തൊക്കെ ചെയ്തു രാവിലെ എഴുന്നേറ്റിട്ട്? രാവിലെ എഴുന്നേറ്റ് ഞാൻ പറഞ്ഞുതരാൻ ചെയ്തത്. അപ്പൊ എന്റെ അമ്മയുടെ ഫോണാണ് ഞങ്ങൾ വീടുന്നത്. അപ്പൊ അമ്മ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇന്നലെ ഇവിടെ കിടന്നത്. അപ്പൊ ഞാൻ എഴുന്നേറ്റിട്ട് ചായ കുടിച്ചു. ചായ വന്നിട്ട് കുടിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല. ഞാൻ രാവിലെ കുളിക്കാറൊന്നും എനിക്ക് മടിയാണ്. ഓക്കെ. അപ്പോൾ പൂക്കളിട്ട് ഞാനല്ല, ഇവളുടെ അമ്മയാണ്, ചിറ്റയാണ് എൻ്റെ. അപ്പോൾ ഓൾസോ ചിറ്റമ്മ. ഓക്കെ. അപ്പോൾ അമ്മച്ചിയാണ് പൂവൊക്കെ അരിഞ്ഞു കൊടുത്തത്. ചിറ്റയാണ് എല്ലാം ഡിസൈനൊക്കെ. ഇവളുടെ അമ്മ ക്രിയേറ്റിവിറ്റിയാണ് മൊത്തം. ആൻഡ് വെച്ചുവിൻ്റെ ചാനലിൽ നോക്കിയറിയാം, അവിടെ എംബ്രോയിഡറി വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാനലിൻ്റെ പേര് ഞാൻ ഇവിടെ സൈഡിലൊക്കെ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ എന്താണേലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എനിവേ നമുക്ക് ബാക്കിയുള്ളവരൊക്കെ അവിടെ ഫുഡ് ചുണ്ടിരിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ചുണ്ടിരിക്കണം. നമുക്ക് പിന്നെ വിശപ്പൊന്നുമില്ല. നമ്മളിങ്ങനെ ഫോൺ അഡിക്റ്റ് ആണതുകൊണ്ട് പിന്നെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് വേഗം തോന്നിയത് നമുക്കൊരു എന്തുകൊണ്ട് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കൊടുത്തുകൂടാം. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇവൾക്കും കൂടെ ചാനലിൽ വീഡിയോ എടുത്ത് കൊടുക്കട്ടെ. എന്നിട്ടോ ഓക്കെ. സോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. ഓക്കെ. എന്താ പറയുക, ഇപ്പോൾ ഇവിടെ നല്ല മഴ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല മഴയാണ്. അവിടെ ആ മൂടി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? അവിടെ മൂടി വെച്ചിരിക്കുന്നത് വേറെ ഒന്നുമല്ല. നമ്മളിപ്പോൾ ഇന്ന് ഉത്രാട നാളായതുകൊണ്ട്, എൻ്റെ നാളാണ് ഈ ഉത്രാടം. ഓക്കെ. ഉത്രാട നാളായതുകൊണ്ട് ഞാനും ഉത്രാട നാളായതുകൊണ്ട് നമ്മൾ 2 പൂക്കൾ ഇട്ടായിരുന്നു. അപ്പോൾ 2 പൂക്കളത്തിൽ ഒരു പൂക്കളം ആ ഗേറ്റിൻ്റെ അവിടെയാണ് ഇട്ടത്. അപ്പോൾ അത് മഴ പെയ്യുന്നത് മഴ നനയായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പൂക്കളം ഒരു ഇത് വെച്ചിട്ട് മൂടി ചെയ്തിട്ടോ. അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂം ഞാൻ നൈറ്റ് ഡ്രസ്സ് പോലത്തെ കോസ്റ്റ്യൂം കണ്ടിട്ടിരുന്നത്. നൈറ്റ് ഡ്രസ്സ് പോലത്തെ കോസ്റ്റ്യൂമാണ്. അപ്പോൾ ഇവിടെ എൻ്റെ കസിൻ യൂട്യൂബ് ചാനൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാവേ. ഓക്കെ. അപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ വീഡിയോ ഇടുമെന്നുള്ളത്. ഇങ്ങനെ മാക്സിമം നോക്കാം ഇടാനായിട്ട്. ഓക്കെ. സോ മിക്കവാറും ഞാൻ വോയിസ് പിന്നെ റെക്കോർഡ് ചെയ്യേണ്ട വരും. ഓക്കെ. വോയിസ് റെക്കോർഡ് ചെയ്യേണ്ട വരും. പിന്നെ ബിക്കോസ് നല്ല സൗണ്ടാണ്, നമ്മൾ വിചാരിച്ച പോലെയല്ല ഗൈസ്. ഓക്കെ. അപ്പം സോ ഇന്നിപ്പോൾ ഇവിടെ കുറച്ച് സെലിബ്രേഷനൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട്. ഐ മീൻ പുറത്തുനിന്ന് ഞാൻ ഫോട്ടോഷൂട്ട് പോലെ ആക്കാൻ വെച്ചിട്ടൊന്നുമില്ല. ചുമ്മാ ജസ്റ്റ് നമ്മുടെ ഫാമിലി മാത്രം ഒരു ഫോട്ടോഷൂട്ട് അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇതിൽ ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറയാൻ പറ്റുമോ എനിക്കറിയില്ല. അപ്പോൾ ഇനി എനിക്ക് ഫുഡ് കഴിക്കണം. സോ ഫുഡ് ഒന്ന് കഴിക്കാനുള്ളത് എനിക്ക് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഫുഡൊന്ന് കഴിക്കാനുള്ളത് എന്താണുള്ളത് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യാൻ കഴിച്ചു. ബിക്കോസ് ഇവിടെ ടി വി വെച്ചിട്ടുണ്ട്. ടി വി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൗണ്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യാൻ എന്താണെന്നുള്ളത്. സോ വൈഷ്ണവി, ടെൽ അവർ പ്ലാൻസ് ഫോർ ടുഡേ ഓണം സെലിബ്രേഷൻ. ഓണം സെലിബ്രേഷൻ പ്ലാൻ ആയിട്ടില്ല. ഓണം ഫോട്ടോഷൂട്ട് പിന്നെ
ഗെയിംസ്, പിന്നെ ഓണസദ്യ അല്ലേ? ചിലപ്പോൾ ഓണസദ്യ കഴിഞ്ഞായിരിക്കും ഗെയിംസ്. സോ ഗൈസ്, നിങ്ങൾ ഇപ്പൊ അവരുടെ ചാനൽ എടുത്തോണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഓണം വീഡിയോ, ഒരു ഓണം സ്പെഷ്യൽ ഡാൻസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണുക. സ്റ്റേ ട്യൂൺ. ആൻഡ് ഇവിടെ വന്നിട്ട് ഫ്ലാഷ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. BTS ആണ്. ഓക്കെ, അപ്പോൾ എനിക്കൊരു ട്രാൻസ്ലേഷൻ എടുക്കണമെന്നുണ്ട്. ഞങ്ങൾക്ക് 2 പേരുടെ ട്രാൻസ്ലേഷൻ എടുക്കണമെന്നുണ്ട്. മറ്റേ അമ്മയൊക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ട്രാൻസ്ലേഷൻ എടുക്കാനാണ്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് വേണം. നമ്മൾ റെഡി ആവുന്നതിന് മുമ്പ് അതും കൂടെ അതിൻ്റെ ഇതും കൂടെ എടുക്കണം അല്ലേ? അപ്പോൾ ഞങ്ങൾ വൈബ് അടിച്ചിരിക്കുകയാണ്. ഓണം വൈബാണ് മൊത്തം തലേന്ന്. എനിക്ക് ഇതിന്മേലെ സ്കൂൾ തുറക്കുന്ന അന്ന് ഒരാഴ്ച ഫ്രൈഡേ കൊണ്ട് എക്സാം വെച്ചിരിക്കുന്നവർ, അതുകൊണ്ട് വെക്കേഷൻ പോലും അടിപൊളിയായിട്ട് ആവശ്യം പറ്റില്ല. അപ്പോൾ ഗായ്സ്, ഇതാണ് എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പവും കടലക്കറിയാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഗ്രാൻഡ് പേരൻസ്. ഇത് അമ്മയുടെ അമ്മയാണ്, അത് അമ്മയുടെ അച്ഛനാണ്. പിന്നെ അടുത്തൊന്ന് കാണിച്ചു. അപ്പോൾ ഗായ്സ്, ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഓണത്തിനുള്ള പ്രിപ്പറേഷൻസ് ആണ്. ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാനുള്ള സദ്യേൻ്റെ പയറാണ് ഇവർ പൊളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിറ്റ് ഉള്ളി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. ആൻഡ് ഇന്ന് ഫുഡ് ഞാൻ പറഞ്ഞാൽ തന്നെ അപ്പവും കടലക്കറിയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ഞാൻ TV കണ്ടുകൊണ്ടാണ് കണ്ടത്, കഴിച്ചത്. ആൻഡ് എൻ്റെ കൂടെ തന്നെ ലച്ചു ഉണ്ട്, വൈഷ്ണവി ഉണ്ട്. അവൾ ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ആൻഡ് യാ, അപ്പോൾ ഗൈസ്, ഫുഡ് കഴിച്ചിട്ട് നമുക്കിനി കാണാം. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും നോക്കിയപ്പോൾ ഇതാണ്ട് കണ്ണേട്ടൻ്റെ മുകളിൽ കയറി എടുത്തിട്ടിരിക്കുകയാണ്. അത് വൈഷ്ണവിയുടെ അനിയനാണ്. സോ ഗൈസ്, ഞാനിപ്പം കുളിച്ചൊക്കെ കഴിഞ്ഞു. നമ്മൾ ലാസ്റ്റ് ഇവിടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടല്ല, അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ചു. ഓക്കെ, ആൻഡ് കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഫ്രഷായി. ഇനി ഞാൻ മേക്കപ്പ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ലച്ചു ഇപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് കുളിച്ചത്. സോ ഇനി ഞാൻ മേക്കപ്പ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗായ്സ്, ഞാൻ ഡ്രസ്സ് ഇട്ടു. വേറെ ഡ്രസ്സാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. നമ്മൾ ഓണത്തിൻ്റെ സെലിബ്രേഷൻ സമയത്ത് വേറെ ഡ്രസ്സ് ഇടും. ആൻഡ് ഞാൻ ചെറിയൊരു മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കണ്ണൊന്ന് എഴുതി, ചെറുതായിട്ട് ലൈറ്റായിട്ട് എഴുതിയിട്ടുള്ളൂ. കാരണം കുറച്ച് നേരം കഴിഞ്ഞ് എന്താണത് കുറച്ച് പടർക്കാൻ കിട്ടും. പിന്നെ കുറച്ച് എഴുതിയുള്ളൂ. പിന്നെ ഒരു പൊട്ട് തൊട്ടു, ഇച്ചിരി ബ്ലഷ് കിട്ടും. ബ്ലഷ് വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. സോ ഇത്രയേ ഉള്ളൂ ഞാൻ ചെയ്തത്. ഇനി എനിക്ക് കണ്ണിൻ്റെ മുകളിൽ എഴുതണം, ലിപ്സ്റ്റിക്ക് ഇടണം. കുറച്ച് നേരം അത് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ ചെയ്യുന്നു. ഫുൾ ഹെവി മേക്കപ്പ് ഒന്നും. സോ ലച്ചു ഇപ്പോൾ കുളിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ലച്ചുതാ. ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് ഡ്രസ്സ് മാറണം. ഞാനും പറയും സെയിം ഡ്രസ്സ്. അപ്പോൾ ഏതാണ്ട് എല്ലാവരും ഒരേ കളറിൽ തന്നെയായിരിക്കും. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അപ്പോൾ നല്ല ഓണസദ്യ ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ആൻഡ് ഇതാ അവരെല്ലാവരും, നമ്മളെല്ലാവരും നിലത്താണ് ഇരുന്നത്. ആൻഡ് മൊത്തം ഒരു സദ്യ വൈബായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. സോ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കുള്ളത് ഡ്രസ്സ് മാറണം. ഡ്രസ്സ് മാറിയിട്ട് ഫോട്ടോഷൂട്ട്. ഓക്കെ, സോ ഇനി നമുക്ക് ഗെയിംസ് ഉണ്ട് ഗൈസ്. ഗെയിംസ് ഒക്കെ നടക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിപ്പം ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞു. ഓക്കെ, സോ എന്താ പറയുക, ഇന്ന് ഭയങ്കര കംഫർട്ടബിളാണ് ഈ ഡ്രസ്സ് ഇടുമ്പോൾ. ഭയങ്കര ഡ്രസ്സാണിത്. ഇതാണ് ഡ്രസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താ പറയുക, ഓക്കെ, സോ ഡ്രസ്സൊക്കെ ഇട്ടു, മേക്കപ്പ് ഇട്ടു. ഇനി എനിക്ക് ഞാൻ നേരത്തെ എടുത്ത് ട്രാൻസിഷൻസൊക്കെ ഒന്ന് റീ ചെയ്യണം. ഐ മീൻ ട്രാൻസിഷൻസ്. ഇനി അടുത്ത ട്രാൻസിഷൻ എടുക്കണം.
ഞാൻ ട്രാൻസിഷൻ ലിങ്ക് എടുത്ത് കഴിഞ്ഞു. ഞങ്ങളുടെ ഡ്രസ് സെയിം ആണ് ഗൈസ്. ഡമ്യൂങ്കർ ഓക്കെ ഓങ്കർ ഓക്കെ ഓക്കെ സോ എങ്ങനെയാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് കമന്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മുടെ ഗെയിം ഇവിടെ തുടങ്ങിയിരിക്കുന്നു. സുന്ദരിക്ക് പുട്ടോട്ടലായിരുന്നു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ കുറേ മ്യൂസിക്കൽ ചെയർസ് കളിച്ചായിരുന്നു. പക്ഷേ അതൊന്നും എനിക്ക് വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഞാൻ മറന്നു വേഗം തന്നെ. സോ എനിക്ക് ഈ ഒരു വിഷ്വലാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാൻ വേഗം ഒന്ന് ജസ്റ്റ് കാണിക്കാം കേട്ടോ. നിങ്ങളുടെ ഓണം എങ്ങനെയുണ്ടായിരുന്നു ഗൈസ് എന്ന് എല്ലാവരും പറയാം. സോ ഗൈസ് തിരിച്ച് പോവാണ്. സങ്കടമൊക്കെ ഉണ്ട് എന്നാലും. അതെ, അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ ബൈ, സീ യു. അപ്പോൾ ഗായ്സ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഇനിയിപ്പം കോട്ടയത്തേക്ക് പോവാണ്. ഫുൾ യാത്രമയമാണ് ഗൈസ് കൊടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം ഇനി ഞായറാഴ്ച ഞങ്ങൾ കോട്ടയത്ത് നിന്ന് വരത്തുള്ളൂ. എറണാകുളത്ത് നമ്മൾ ഇന്ന് ഓണം ആഘോഷിച്ചു. ഇനി കോട്ടയത്ത് ഓണം ആഘോഷിക്കാനായിട്ട് പോകണം. ഓക്കെ, അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് ഇന്നലെ ഇവിടെ വന്നപ്പോഴത്തേനും സമയം കുറേ ആയി. എന്നിട്ട് ഞങ്ങൾ വന്നപ്പോഴത്തേനും ഈ പൂക്കളത്തിൻ്റെ പകുതി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പൂക്കളത്തിൻ്റെ പകുതി ആയപ്പോഴാണ് ഞങ്ങൾ വന്നത്. ആൻഡ് ബാക്കി ഞാൻ ഇട്ടു, ബാക്കി ഞാനും എൻ്റെ ചിറ്റയും കൂടി ഇട്ടു. ആൻഡ് എന്താ പറയുക, ഇവിടെ നീരിച്ചിട്ടാന്ന് ചിറ്റുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നീച്ചിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ വന്നത്. അപ്പം ഞാനും നീച്ചിട്ടേയും കൂടെ എല്ലാം ഇട്ടു, സെറ്റാക്കി. ഓക്കെ, സോ ആൻഡ് ഞാൻ പൂക്കളെ കാണിച്ചു തരാം. ഇവിടെ എത്തിയപ്പോഴേക്കും രാത്രി ആയിരുന്നു. പൂക്കൾ ഇടുന്നതിൻ്റെ വിശ്വാസം എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ കാറിലെന്ന് വിചാരിച്ചാണ് എടുക്കണമെന്ന്, പക്ഷേ ഞാൻ മറന്നുപോയി ഗൈസ്. എന്താണ്, എനിക്ക് ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പൂക്കളെ കാണാം. അപ്പോൾ ഗായ്സ് ഇതാണ്ടോ ഞാൻ നിൻസിൻ്റെയും കൂടെ ഇട്ടത് പൂക്കളം. ആൻഡ് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ പറയാം. ആൻഡ് ഞാൻ ഹാപ്പി ഓണം എന്നൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ നീനിച്ചിട്ട. ആൻഡ് നീനിച്ചിട്ട സദ്യക്കുള്ള പ്രിപ്പറേഷൻസിലാണ്. ആൻഡ് ഇപ്പം ഞാൻ നീനിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ സംസാരിക്കുന്നത് ഹാപ്പി ഓണം എന്നൊക്കെ വെച്ച് പറയാം. ആൻഡ് ഇതാണ് അച്ഛൻ്റെ അമ്മ, പനറ്റമ്മ ഞാൻ വിളിക്കുന്നത്. ആൻഡ് പനറ്റമ്മയും ഹാപ്പി ഓണം എന്നൊക്കെയാണ് നിങ്ങളോട് പറയുന്നത്. ആൻഡ് ഹാപ്പി ഓണം. ഞാൻ നേരത്തെ പറഞ്ഞോളെ, എൻ്റെ ഓണം സ്പെഷ്യൽ വീഡിയോ, ഈ ഒരു വീഡിയോ ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് ഇടുന്നതാണ്, യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും. ആൻഡ് അത് അത്ര വലിയ സ്പെഷ്യലൊന്നും അല്ല, ഓണത്തിൻ്റെ അന്ന് ഇരുന്നുകൊണ്ട് ഓണം സ്പെഷ്യലാണെന്ന് പറയാം. ഇന്ന് ഓണമാണ്, 5 സെപ്റ്റംബറാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ. ആൻഡ് സമയം 9:56. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു വലിയ താങ്ക് യു. സപ്പോർട്ട് മീ ഗൈസ്, സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ. ആൻഡ് happy Onam to all of you. Celebrate it and make your Onam colorful. Okay. അപ്പോൾ എനിവേ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയായിരിക്കും. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.